എങ്ങനെ സ്വർഗത്തിലേക്കുള്ള യാത്ര ഏറ്റവും കൂടുതൽ രസകരമാക്കാൻ പറ്റുന്നത്? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, സ്വർഗത്തിലേക്കുള്ള യാത്ര ദുഷ്കരമാണോ? നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? വിശുദ്ധിയിലുള്ള ജീവിതം ദാറ്റ് ഈസ് ഒരു ബിഗ് ടാസ്ക് ആണെന്ന് നിങ്ങളെപ്പോഴും കരുതാറുണ്ടോ? എങ്ങനെ വിശുദ്ധിയിൽ ജീവിക്കാൻ പറ്റുക? എങ്ങനെ സ്വർഗത്തിലേക്കുള്ള യാത്ര ഏറ്റവും കൂടുതൽ രസകരമാക്കാൻ പറ്റുന്നത്? ഒരു യുവാവ്, അവൻ സ്വർഗം ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുന്നവനാണ്. അവൻ്റെ യാത്രയിൽ അവൻ്റെ ചിന്ത സ്വർഗം വിശുദ്ധി ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. അവൻ്റെ തോളിൽ അവനറിയാതെ ഒരു പല്ലി ഇരുന്ന് ചിലയ്ക്കുന്നത് അവന് കേൾക്കാൻ പറ്റില്ല. എന്താണെന്നറിയോ? ഈ പല്ലി എപ്പോഴും അവനോട് പറഞ്ഞുകൊണ്ടിരുന്നത്, എടാ, സ്വർഗത്തിലേക്കുള്ള ജീവിതം എന്ന് പറയുന്നത് എളുപ്പമൊന്നുമില്ല. ഈ ലോകത്തിലുള്ള ജീവിതമാണ് ഏറ്റവും നല്ലത്. ലോകത്തിലുള്ള സുഖങ്ങൾ, ലോകത്തിലുള്ള സന്തോഷങ്ങൾ, നിൻ്റെ ശരീരം ആഗ്രഹിക്കുന്ന രീതിയിൽ നീ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ ജോളിയായിട്ട് നീ പോകുന്നതല്ലേ ഏറ്റവും നല്ലതെന്ന് അവൻ്റെ തോളത്തിരിക്കുന്ന പല്ലി ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കൂടുതൽ വേഗതയിൽ അവന് സ്വർഗത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുമ്പോൾ ഈ പല്ലിയുടെ സ്വരം കേട്ടിട്ട് അവൻ വീണ്ടും പുറകോട്ട് വലിഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ അവൻ്റെ വലതുവശത്ത് നിൽക്കുന്ന കാവൽമാലാക പറയും, മോനെ, നീ വീഴരുത്, സ്വർഗമാണ് നിന്റെ ലക്ഷ്യം, വിശുദ്ധിയാണ് നിന്റെ ലക്ഷ്യം. അതുകൊണ്ട് ഈ ചിലയ്ക്കുന്ന പല്ലിയുടെ ശബ്ദത്തിന് നീ ചെവി കൊടുക്കരുത്, ഞാൻ നിന്നെ സഹായിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കാവൽമാലാക ഇവനിങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. പക്ഷെ പലപ്പോഴും വീണ്ടും ഈ ലോകത്തിൻ്റെ സുഖസന്തോഷങ്ങൾ കാണുമ്പോൾ അവൻ വീണ്ടും വീണു പോവുക. ഒടുവിൽ സഹികെട്ട് ഒത്തിരി കഷ്ടപ്പെട്ടുകൊണ്ട് അവൻ പറയാം, കാവൽമാലാകെ, ഇനി പറ്റില്ല, എൻ്റെ ജീവിതത്തിൽ നിൻ്റെ സഹായം കൂടാതെ ഒരടി പോലും മുന്നോട്ട് പോകാൻ പറ്റില്ല. പ്രിയപ്പെട്ടവരെ, ഈ കാവൽമാലാക എന്നിട്ട് ഇവന് വേണ്ടി പ്രാർത്ഥിക്കുക. കാവൽമാലാകയുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് പിതാവ് പരിശുദ്ധാത്മാവിനെ അയച്ചുകൊണ്ട് ഈ പല്ലിയെ അങ്ങനെ നശിപ്പിച്ച് കളയുക. പക്ഷേ അവിടെ വലിയൊരു രൂപാന്തരം സംഭവിക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? ഈ പല്ലി ഒരു വൈറ്റ് സിൽവർ സ്റ്റാലിയനായിട്ട് മാറുക. എന്താണ് ഈ സ്റ്റാലിയൻ? നമ്മൾ ഈ മത്സരത്തിനൊക്കെ കൊണ്ടുപോകുന്ന കുതിരയെ കണ്ടിട്ടല്ലേ? അതാണ് ശക്തിയേറിയ ഒരു സ്റ്റാലിയനായിട്ട്, വൈറ്റ് സിൽവർ സ്റ്റാലിയനായിട്ട് മാറുകയാണ്. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഈ സ്വർഗത്തിലേക്കുള്ള യാത്ര, വിശുദ്ധിയിലേക്കുള്ള യാത്ര, അതിന് മുമ്പിൽ നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും ആത്മാവ് നമ്മിൽ നിന്ന് മാറ്റിക്കളയും. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 8-ാമത്തെ അധ്യായം 8-9 വാക്യങ്ങളിൽ പ്രകാരം പറയുന്നുണ്ട്, ജഡിക പ്രവണതകളനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായി സാധ്യമല്ല. ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല, ആത്മീയരാണ്. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവരല്ല. പരിശുദ്ധാത്മാവിനോട് കൂടി ജീവിക്കാം, പരിശുദ്ധാത്മാവിനെ കീഴ്പ്പെടാം, സ്വർഗത്തെ ലക്ഷ്യമാക്കാം, വിശുദ്ധിയിൽ ജീവിക്കാം. ആമേൻ.